ആപ്പിൾ ഫ്ളാറ്റ് തട്ടിപ്പിനിരയായവരിൽ പണം ആവശ്യപ്പെടുന്നവർക്കാണ് ഡിസംബർ 26 മുതൽ ഗഡുക്കളായി നഷ്ടപ്പെട്ട തുക നൽകുക. 300ഓളം ഉപഭോക്താക്കൾ ഇതിനോടകം പണം തിരിച്ചു നൽകാൻ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. 11 കോടിയോളം രൂപ വേണ്ടിവരും. അതേസമയം 5 പദ്ധതികൾ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. 6 പദ്ധതികളിൽ കരാർ ആയതായും കെൽസ മെമ്പർ സെക്രട്ടറിയും ജില്ലാ ജഡ്ജിയുമായ പി മോഹൻദാസ് പറഞ്ഞു. ഏതാണ്ട് ഒരു 5-6 മാസത്തിനുള്ളിൽ 11 പ്രോജക്റ്റുകൾ ഇൻവെസ്റ്റേഴ്സിന് കൈമാറാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 26/12/2012 തൊട്ട് ഇതിനകത്ത് റീഫണ്ട് ആവശ്യപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അതായത് ഏറ്റവും അവസാനത്തെ 3 പ്രോജക്റ്റ് എന്ന് പറയുന്നത് ന്യൂ കൊച്ചിൻ, ആപ്പിളൈസ്, ഗസ്റ്റ് ഹൗസ്. ഇങ്ങനെ 3 പ്രോജക്റ്റ് അവർക്ക് ഒറ്റയ്ക്കിപ്പോൾ അത് പണി തീർക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് നമ്മൾ. ആപ്പിളൈസ്, ന്യൂ കൊച്ചി, ഗസ്റ്റ് ഹൗസ് പദ്ധതികൾ മറ്റു ഗ്രൂപ്പുകളുടെ സഹായത്തോടെ ചെയ്തു തീർക്കാനാകുമെന്ന് ആപ്പിൾ ഉടമകൾ ഇന്ന് ചേർന്ന ഉപഭോക്താക്കളുടെ മീറ്റിംഗിൽ പറഞ്ഞു. രമ്യമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷ ഹൈക്കോടതി നിയോഗിച്ച മധ്യസ്ഥ സംഘവും അറിയിച്ചു. അതിന് ഈ എഗ്രിമെൻ്റ് ആയിരിക്കുന്ന കേസുകളിൽ അവാർഡ് പാസ്സാക്കുന്നതിന് ഞങ്ങൾ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അറിഞ്ഞ് ഇതെല്ലാം വളരെ സന്തോഷപൂർവ്വം തീർക്കാനാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇന്ത്യ വിഷൻ, കൊച്ചി.